കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സിയാറത്ത് കേന്ദ്രമായ കാഞ്ഞിരപുറ്റം ഫരീദ് ഔലിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ സിയാറത്ത് യാത്ര. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 353-ാമത്തെ എപ്പിസോഡ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സിയാറത്ത് കേന്ദ്രമായ കാഞ്ഞിരമറ്റം മഖാമിലേക്കുള്ള യാത്രയാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ യാത്ര നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. തിരൂരിൽ നിന്ന് ഉച്ചയ്ക്ക് 2:20 ജനശതാബ്ദി എക്സ്പ്രസ്സിലാണ് ഇപ്പോൾ നമ്മൾ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി 5:20 എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. അവിടെ നിന്നാണ് നമ്മൾ കാഞ്ഞിരമറ്റത്തേക്ക് പോകുന്നത്. ഇപ്പോൾ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടും അതിൻ്റെ കാഴ്ചകളും വണ്ടിയിലിരുന്ന് തന്നെ കാണാവുന്നതാണ്. അങ്ങനെ വൈകിട്ട് 5:20 നമ്മൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തേക്ക് തിരൂരിൽ നിന്നുള്ള ചാർജ് 70 രൂപയാണ് സാധാരണ വണ്ടികൾക്ക്. ഇത് നമ്മൾ ജനശതാബ്ദി ആയതുകൊണ്ട് തന്നെ 95 രൂപയാണ് ഒരാൾക്ക് ഇങ്ങോട്ട് ചാർജ് ആയിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് മറ്റൊരു ട്രെയിനിനാണ് നമ്മുടെ യാത്ര. അങ്ങനെ നമ്മൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് മറ്റൊരു ട്രെയിനിന് ടിക്കറ്റ് എടുത്തു. ഈ കാണുന്ന എറണാകുളം കൊല്ലം മെമു അതിൽ നമ്മളിപ്പോൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. 6:15 വൈകിട്ട് 6:15 ഇവിടെ നിന്ന് എടുത്ത് 6:50 ആകുമ്പോഴേക്ക് കാഞ്ഞിരമറ്റത്ത് എത്തുന്നതാണ്. ഒരാൾക്ക് 10 രൂപയാണ് ഇങ്ങോട്ടുള്ള ചാർജ്. അങ്ങനെ നമ്മളിതാ കാഞ്ഞിരമറ്റത്ത് എത്തിയിട്ടുണ്ട്. കാഞ്ഞിരമറ്റം സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് ഈ ജംഗ്ഷനിലെത്താൻ കഴിയും. ഇവിടെ നിന്ന് ഓട്ടോറിക്ഷക്കാണ് ഞങ്ങളിതാ മഖാമിലേക്ക് എത്തിയിട്ടുള്ളത്. ഓട്ടോക്ക് നമുക്ക് ഇങ്ങോട്ട് ചാർജ് വന്നത് 80 രൂപയാണ്. ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. എറണാകുളത്ത് നിന്ന് ബസ്സിനും ഇങ്ങോട്ട് വരാവുന്നതാണ്. മഹാനായ ഷെയ്ഖ് ഫരീദ് ഔലിയ റളിയല്ലാഹു അൻഹു, മഹാനായ അജ്മീർ ഖാജ തങ്ങളുടെ ശിഷ്യനായ ഖുതുബുദ്ദീൻ ബഖ്തിയാർ തങ്ങളുടെ ശിഷ്യനായ ഫരീദ് ഔലിയ റളിയല്ലാഹു അൻഹു, ഫരീദുദ്ദീൻ കഞ്ചശക്കർ റളിയല്ലാഹു അൻഹു, അവർ കേരളത്തിലെത്തുകയും കേരളത്തിലെ വാഗമണ്ണിലെ കോലാലമേടും ഈരാറ്റുപേട്ടയിലൊക്കെ അവർ ഇബാദത്ത് ചെയ്ത മഖാമുകൾ ഇന്നും നമുക്കവിടെ സിയാറത്ത് ചെയ്യാൻ കഴിയും. അവരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ഖാജ തങ്ങളുടെ ശിഷ്യനായ ഫരീദുദ്ദീൻ കഞ്ചശക്കർ റളിയല്ലാഹു അൻഹു അല്ല ഇത് എന്നും, മറ്റൊരു മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനായ ഫരീദുദ്ദീൻ ഖുറാസാനി റളിയല്ലാഹു അൻഹു ആണ് ഇതെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഏതായാലും മഹാന്മാരുടെ പാദസ്പർശനമേറ്റ മണ്ണാണെന്നതിൽ സംശയമില്ല. ഏതായാലും ഇവിടെ കിടക്കുന്ന ഫരീദ് ഔലിയ റളിയല്ലാഹു അൻഹു അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഇവിടേക്ക് വരുന്ന റൂട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ മറ്റൊരു മഖ്ബറുമായി നമുക്ക് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.